ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെ നവംബർ 9 മുതൽ 15 വരെ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നാടകമേളയും അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരവും സംഘടിപ്പിച്ചു. നാടകമേളയുടെ ഉദ്ഘാടനം നവംബർ 9 തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗായകൻ ഫിറോസ് ബാബു, നാടകരചയിതാവും സംവിധായകനുമായ സുരേന്ദ്രൻ പരപ്പരങ്ങാടി, ഗാനരചയിതാവും നാടകരചയിതാവുമായ KP കുട്ടി വാക്കാട്, നാടകനടി സുഭദ്ര പട്ടാമ്പി തുടങ്ങിയവരെ ആദരിച്ചു. തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, KK അബ്ദുൽ സലാം, E ജയൻ, A ശിവദാസൻ, PA ബാബ, ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രംകുമാർ മുല്ലശ്ശേരി, ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി, ട്രഷറർ മനോജ് ജോസ് എന്നിവർ സംസാരിച്ചു. അറിവിൻ പ്രകാശമേ നിറയൂ നീ ഞങ്ങൾക്ക് കരളിൽ നിന്നിരുൾ മായട്ടെ. എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് 18ാമത്തെ വർഷമാണ് ആക്ട് ഈ നാടകമേളയ്ക്ക് അരങ്ങൊരുക്കുന്നത്. ഓരോ വർഷവും അടുത്ത വർഷം ഇങ്ങനെ നടത്താൻ സാധിക്കുമോ ഒരു ആദ്യോടുകൂടിയാണ് ഇത് അവസാനിക്കാറ്. പക്ഷെ അവസാനിച്ച് കണക്കെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീർത്തും സന്തോഷവും അഭിമാനവുമാണ് ബാക്കി പത്രമായി ഉണ്ടാവാറുള്ളത്. അതിന് കാരണം ഈ തിരുവല്ല ജനങ്ങളാണ്. ഈ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സഹകരണമാണ്. നിങ്ങളെയൊക്കെ കണ്ട് ആക്ടിനോട് പ്രത്യേകിച്ച് നന്ദിയും കൂടി അറിയിച്ചു പോകാമെന്ന് കരുതി 5 വർഷങ്ങളായിട്ട് തിരൂർ നഗരസഭയുമായി സഹകരിച്ച് ആണ് ആക്ട് ഈ നാടകമേള പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നത്. തീർച്ചയായും കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരിക്കലും ഒരു കലയും അന്യം നിന്ന് പോവേണ്ടതല്ല. പ്രത്യേകിച്ച് തിരൂരിനെ പോലെ ഒരു സാംസ്കാരിക നഗരിയിൽ നാടകമെന്ന ഒരു കല അന്യം നിന്ന് പോകാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതിനുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ആക്ട് നാടകമേള എന്ന പേരിൽ ഇവർ ജനാർദ്ദൻ മാഷിൻ്റെ ഓർമ്മ കൂടി പുതുക്കിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്. ആക്ടിൻ്റെ നാടകമേള ഞാനതിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചത്. ഒരു സ്ഥിരം മുഖം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും സ്ഥിരമായി വരുന്ന ആളുകൾക്ക്. അധ്യക്ഷ നസീമ, ഉദ്ഘാടകൻ ഞാൻ, ഈ 3 പ്രാവശ്യം അങ്ങനെ തന്നെയാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ആളെന്നുള്ള നിലക്ക്, കുടിക്കാരെന്നുള്ള നിലക്ക് KK മാസ്റ്റർ സ്വാഭാവികമാണ്. പിന്നെ ഫിറോസ് ബാബും കരീമും മെച്ചേരിയും ഒക്കെ ഈ സദ്യയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഉള്ളവരായതുകൊണ്ട് അവരുണ്ടാകും എന്ന് തീർച്ചയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ ഒരിക്കൽ കൂടി എത്താൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നാടകം ഒരുപക്ഷെ കലകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു കലയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ മാതിരി സ്റ്റേജും വേദിയും രൂപഭാവങ്ങളെ അവതരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്തും ഒറ്റയ്ക്കുള്ള അതേപോലെ തന്നെ കൂട്ടമായിട്ടുള്ള പല രീതിയിലുള്ള പ്രകടനങ്ങളും സമൂഹത്തിൽ നടന്നതായി നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കും. ക്രിസ്താബ്ദത്തിന് മുമ്പ് 6 നൂറ്റാണ്ട് മുമ്പ് തന്നെ നാടകം ലോകത്തിന് മുമ്പിൽ ഉത്ഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഭാവവ്യത്യാസങ്ങൾ കാലക്രമേണ സംഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലും ലോകത്തും കേരളത്തിലൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ടാകും. കലയെ സംരക്ഷിക്കാൻ കൂടിയുള്ള ഒരു വലിയ ബദ്ധപ്പാടിൻ്റെ ഭാഗമാണ് ആക്ട് തിരൂർ വർഷാവർഷം ഇങ്ങനെ സമുചിതമായി ആഘോഷിക്കുന്നതും ഇതേപോലെ ഒരു മത്സര രംഗം ഒരുക്കുന്നു. ചിന്താമണി വേദശാല എന്ന നാടകമൊക്കെ തിരൂരിൻ്റെ ഒരു വലിയ നാടകമായിരുന്നു, തമാശയായിരുന്നു, സ്ക്രിപ്റ്റ് ഇല്ലാത്ത നാടകം. ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോകും, ചുരുക്കുകയാണ്, മനഃപൂർവ്വം ചുരുക്കുകയാണ്. സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു നാടകം ഉണ്ടായിരുന്നു തിരൂരിന്, ചിന്താമണി വേദശാല, അപ്പുക്കുട്ടൻ വൈദ്യരും മറ്റും. അത് വീണ്ടും ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി തിരൂരിലെയും നമ്മുടെ സമീപ പ്രദേശങ്ങളെയും മുഴുവൻ നാടകപ്രേമികളെയും അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഈ പ്രവർത്തനവുമായി സഹകരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പരമാർത്ഥം. ഇവിടെ പലരും പറയുന്ന പോലെ തന്നെ ഒരുപാട് കലകൾ പലതും അന്യം നിന്ന് പോയിട്ടുണ്ട്. ഈ നാടകവും അത്തരത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്ന ഒരു കലയാണ്. പക്ഷെ അതിനെ
പിടിച്ചു നിർത്താനും ഈ സമൂഹത്തിന് ഈ നാടകം എന്ന കല ഈ സമൂഹത്തിന് ആവശ്യമാണ്. സമൂഹത്തിന് മുന്നോട്ടുള്ള ഈ സൗഹാർദ്ദവും അതുപോലെ തന്നെ സാമൂഹിക ബോധവുമുള്ള ഒരു ജീവിത പ്രയാണത്തിന് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ആക്ട് നടത്തിയിട്ടുള്ളത്. ഈ പ്രസ്ഥാനം 20 വർഷം പിന്നിട്ട് 18ാം നാടകമേള സംഘടിപ്പിക്കുന്നത് ഈ തിരൂരിലെ നല്ലവരായ എല്ലാ നല്ലതിനെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച തിരൂർ ജനങ്ങളാണ്. ആക്ട് നാടകമേള 20 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ 18 വർഷങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച ഒരു വലിയ ജനസമൂഹത്തിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ ജനറൽ കൺവീനർ പറഞ്ഞതുപോലെ ഈ വർഷവും നാടകമേളയുമായി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായും സംഘാടനത്തിലും ഒക്കെയുള്ള വെല്ലുവിളികൾ വളരെയേറെ ഉണ്ട്. മീഡിയ ന്യൂസ് തിരൂർ.